ഇത് മണപ്പാടം മുക്കിൻ്റെ ഇത് തൊട്ടടുത്ത് തന്നെയാണ് വില്ലേജ്. ഇത് പഴയ വില്ലേജ് കേട്ടോ. ഇതിന് തൊട്ട് പുറകെ തന്നെയാണ് അതേ പുതിയ വില്ലേജ്. വില്ലേജിൻ്റെ തൊട്ട് അടുത്ത് തന്നെ വില്ലേജിന് തണലായിട്ട് മണപ്പാടത്തിന് തണലായിട്ട് നിൽക്കുന്ന ഒരു മുത്തശ്ശിയാലാണത്. നമ്മുടെ മണപ്പാടത്തിൻ്റെ സ്വന്തം മുത്തശ്ശി. എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഞാൻ വളരെ അതും ചെറുതായിരിക്കുമ്പോഴും ഞാനും ചെറുതായിരിക്കുമ്പോൾ ഞാൻ കണ്ടിട്ടുള്ള ആളാണ്. ഇപ്പോൾ വലിയ ആലായിരുന്നു. മണപ്പാടത്തിൻ്റെ സ്വന്തം ആലല്ലേ. നല്ലൊരു തണലാണ് മണപ്പാടത്തിൻ്റെ. അപ്പോൾ ഇന്ന് ആ തണൽ ഇല്ലാതാകുമ്പോൾ, ഇന്ന് പറഞ്ഞാൽ ഇന്ന് മുതൽ അപ്പോൾ അതിൻ്റെ പൂജയും കർമ്മങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. മരം മുറിക്കാൻ വന്നിട്ടുള്ള ചേട്ടന്മാർ വളരെ ഭക്തിപൂർവ്വം തന്നെ നല്ല രീതിയിൽ പൂജയും കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഞാൻ ആ വഴി പോയത്. എങ്കിൽ അതെടുത്താണെന്ന് വിചാരിച്ചെടുത്താണ്. ഇവിടെ കുറച്ച് ആളുകൾക്കുണ്ടായിരുന്നു. ആ ചേട്ടൻ വളരെ ഭക്തിയായിട്ട് തന്നെ പ്രാർത്ഥിക്കുന്നുണ്ട്. എന്തായാലും ഒരു വലിയൊരു മുത്തശ്ശിയായി ആളല്ലേ, അപ്പോൾ അത് മുറിക്കുമ്പോൾ ഉണ്ടാകുന്നൊരു ടെൻഷനൊക്കെ ഉണ്ടാകും എല്ലാവർക്കും അല്ലേ. അതേപോലെ തന്നെ ആ മുറിക്കാൻ വന്ന ചേട്ടന്മാർക്കും അവരുടെ മുഖത്ത് ഞാനത് കണ്ടിട്ടുണ്ടായിരുന്നു. കുറച്ച് കഴിയാൻ പോയത് തോന്നുന്നു. കർപ്പൂരം അതി ചെയ്യുന്നു. സാധാരണ ആലിൻ്റെ വീട്ടിലൊക്കെ ദീപം വയ്ക്കുമ്പോൾ വീണ്ടും അതിന് മൂർച്ച കൂടുക ചെയ്യുക. മൂർച്ച കൂടെ പറഞ്ഞിട്ട് അതിൻ്റെ ബലം, ആലിന് നല്ല ബലം വയ്ക്കുക എന്നൊക്കെ പറയാം. ഈ പൂജ ഈ ആലിൻ്റെ അവസാനത്തെയാണെന്ന് അറിയുമ്പോൾ, ഇതിന് മുമ്പ് ചെയ്തിട്ടുള്ളത് എനിക്കറിയില്ല, എങ്കിലും ഇനി ഇവിടെ ഉണ്ടാവില്ലല്ലോ ഈ ആലെന്ന് ഓർക്കുമ്പോൾ ചെറിയൊരു വിഷമം. എന്തായാലും കുറേ കാലമായിട്ട് നമ്മുടെ മുന്നിൽ തന്നെ ഉണ്ടല്ലോ ആ ചേട്ടൻ. അവസാന വെള്ളം കൊടുക്കുക തോന്നുന്നുണ്ട്. ആലിനുള്ള അവസാനത്തെ വെള്ളവും കൊടുത്ത് അവൻ്റെ പ്രാർത്ഥനയും കഴിഞ്ഞ് ഇത് ഈ ആൽമരത്തിനുള്ള ആൽമുത്തശ്ശിക്കുള്ള ദക്ഷിണയാണ് തോന്നുന്നുണ്ട്. ദക്ഷിണയും ഉള്ള ദക്ഷിണയും വെച്ചുകൊണ്ട് തുടങ്ങുകയാണ് തോന്നുന്നു. എന്ത് രസം കാണാമല്ലേ. അങ്ങനെ അതാ ചേട്ടാ ദക്ഷിണയും വെച്ച് കഴിഞ്ഞു. നാളികേരം ചേട്ടാ ഇതാണ് തോന്നുന്നു അതിൻ്റെ അതിനുള്ള അവസാനത്തെ വെള്ളം തോന്നുന്നുണ്ടല്ലേ. നാളികേര വെള്ളം, അതെ. അങ്ങനെ അവസാനത്തെ വെള്ളവും കൊടുത്തു കഴിഞ്ഞ് ഇടപ്പം വലവും വെച്ച് പ്രാർത്ഥനയോടെ ആദ്യത്തെ കൊത്ത്, രണ്ടാമത്തെയും കൊത്തി, മൂന്നാമത്തെ. ഇനി ഈ വടവൃക്ഷമായ നമ്മുടെ മുത്തശ്ശിയാൽ ഇന്ന് മുതൽ മുറിച്ചു തുടങ്ങുന്നത്. ഇതിനെല്ലാം സാക്ഷ്യം വഹിക്കാനായിട്ട് ഞാനും ഉണ്ടായിരുന്നു അവിടെ. ഇനി ആൽ മണപ്പാടത്തില്ല ഇല്ലല്ലോ എന്ന് ആലോചിക്കുമ്പോൾ അങ്ങനെ ഒരു മുറിച്ച് തുടങ്ങി കേട്ടോ.
ബാക്കി വിശേഷം നാളെ പറയാം.